ഡ്യൂൺ 2 ഈസ് എൻ എപ്പിക് ഇൻ എവറി പ്രൊപ്പോർഷൻ, എവറി ആസ്പെക്ട്. ഇതിൻ്റെ മേക്കേഴ്സ് മാത്രം പറഞ്ഞാൽ പോലെ എപ്പിക് ആണ്. പല സിനിമകൾ ഇതുപോലെ എപ്പിക് സൈഫൈ, എപ്പിക് ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ അത് എപ്പിക്കാണെന്ന് അവർ മാത്രം പറഞ്ഞാൽ പോലെ നമുക്കും കൂടി ഫീൽ ചെയ്യാം. ഇതിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടിറങ്ങുമ്പോൾ എൻ്റെ അമ്മോ എന്താ നമ്മളിപ്പോൾ കണ്ടത് എന്നുള്ള ഫീലാണ്. കാരണം ഞാൻ കണ്ടത് ഐമാക്സിലാണ്. ഐമാക്സിൽ കണ്ട എക്സ്പീരിയൻസും കൂടി ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് പാർട്ട് 2 എല്ലാം വളരെ ഗ്രാൻഡാണ്. അതിൻ്റെ സ്കെയിൽ ഭയങ്കര വലുതാണ്. ഈവൺ അതിൻ്റെ സ്റ്റോറി ബോർഡ് മുതൽ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത്തരത്തിൽ വളരെ വലിയ സ്കെയിലാണ് ഈ സിനിമ മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. ഈവൻ സ്റ്റോറി ബോർഡിലടക്കം നമ്മൾ ഫസ്റ്റ് സിനിമയിൽ എല്ലാവരും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ലൈമായിട്ടുള്ള സ്റ്റോറി ലൈനാണ്, അല്ലെങ്കിൽ കുറച്ച് മെല്ലെയാണ് അതിന് പോക്ക്, വലിയ കഥയൊന്നും ഇല്ല, എന്നാൽ വിഷ്വലി കുറേ സാധനങ്ങൾ കാണിച്ചിട്ടാണ് ഫസ്റ്റ് ഡ്യൂൺ അവസാനിപ്പിച്ചതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിനെല്ലാം തന്നെ പൂർണ്ണത സെക്കൻഡ് പാർട്ടിലുണ്ടെന്ന് പറയാം. സെക്കൻഡ് പാർട്ടിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് ആൻഡ് ഒരുപാട് സ്റ്റോറി ലൈൻസ് ഒരുമിച്ചാണ് ഇതിൽ പറയുന്നത്. ആൻഡ് അതൊന്നും തന്നെ അനാവശ്യ കാര്യങ്ങളൊന്നും അല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള മെയിൻ പ്ലോട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. സൈഡ് പ്ലോട്ടുകളും സബ് പ്ലോട്ടുകളൊക്കെ വെച്ച് വേണമെങ്കിൽ വലിപ്പിച്ച് കുറേ കൊണ്ടുപോകാൻ പറ്റാവുന്ന കുറേ സാധനങ്ങളുണ്ട്. അവിടെ ഒന്നുമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇതാണ് നിങ്ങൾക്ക് കാണേണ്ടത്, ഇത് മാത്രം കണ്ടാൽ മതി എന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി ബോർഡ് ഇങ്ങനെ പോകുന്നത്. സോ ഭയങ്കര എൻഗേജിങ് ആണ്, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. ഇതിപ്പോൾ ഒരുപാട് സ്ലോ, ഒരുപാട് ഫാസ്റ്റ് ഒന്നുമല്ല, ഒരു സ്മൂത്ത് നേച്ചറിലാണ് പോകുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് ഈ സിനിമയിൽ കമ്പയർഡ് ടു ഫസ്റ്റ് പാർട്ട്. അത് വന്നു പോകുന്ന അറിയും കൂടിയില്ല. നമ്മളിപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ ചില ട്വിസ്റ്റുകൾ വരും, അതിലിങ്ങനെ ബ്രാക്കറ്റിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുക ഒന്നുമില്ല. നമ്മൾ വായിക്കണം ആ ഫ്ലോറൊപ്പം നമ്മളിങ്ങനെ പോകും. പക്ഷെ വായിച്ച് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്തിപ്പോൾ വായിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂഡിൽ അതേ സാധനമാണ് ഈ സിനിമയിലെ ട്വിസ്റ്റുകളിൽ കിട്ടുക. ഇവരിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടിരിക്കും. നമ്മൾ കുറച്ച് ഇപ്പം എന്ത് പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ആ മോഡിലുള്ള 2-3 ട്വിസ്റ്റ് ഉണ്ട്, കിളി വാർന്ന ട്വിസ്റ്റുകൾ. സോ മൊത്തത്തിലുള്ള സ്റ്റോറി ലൈനെ എൻറ്റയർലി ട്വിസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ ക്യാരക്ടർ ആർക്കിലൊക്കെ തന്നെ മിനിമൽ ടൈം കൊണ്ട് ഇവർ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് അത് പറഞ്ഞ സ്പോയിലർ, അതുകൊണ്ട് പല ക്യാരക്ടേഴ്സും നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ഇതിലേക്ക് മാറുന്നുണ്ട്. സോ ആ ഒരു എൻറ്റയർ ഫ്രാഞ്ചൈസിൻ്റെ ടോണ് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഡ്യൂണിൻ്റെ പാർട്ട് 2 സ്റ്റോറി ലൈൻ എന്ന് പറയാം. കാരണം നമുക്കറിയുന്നത് ഓൾറെഡി ഒരു നോവലാണ്, അതിൻ്റെ അഡാപ്റ്റേഷനാണ്. സോ അതിൻ്റെ ഒരു പെർഫെക്റ്റ് അഡാപ്റ്റേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ വളരെ നന്നായിട്ട് തന്നെ ഇത് ഒരുപാട് സാധനങ്ങൾ ബുക്കിലുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങനെ ഒന്നും പറയാതെ വേണ്ട സാധനങ്ങൾ മാത്രം വിഷ്വലി കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ മിനിമൽ ടൈം കൊണ്ട്, ഇപ്പോൾ ഈവൻ അറാക്കസ് എന്ന പ്ലാനറ്റ് എന്താണ്, അവിടുത്തെ ഇപ്പോൾ ഫ്രെമൻ എന്ന ആൾക്കാർ ആഴൊക്കെയാണ്. സോ അവരുടെ കൾച്ചർ എന്താണെന്ന് അടക്കം വേണമെങ്കിൽ ഒരു 100 പേജിൽ പറയേണ്ട സാധനം 1 മിനിറ്റ് കൊണ്ട് നമുക്കിതിൽ കാണിച്ചിട്ടുണ്ട്. സോ പക്ഷെ നമുക്കിത് മനസ്സിലായാൽ മതി. ഇപ്പോൾ അവർ നമ്മുടെ ടീമോത്തിയുടെ ക്യാരക്ടറിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടം ആൾക്കാരായിട്ട് മാറ്റുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അത് തന്നെയായിട്ട് വേണമെങ്കിൽ ഒരു സിനിമയായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സാധനം. പക്ഷെ അത് നമുക്ക് മുഴുവനായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിക്ക് ഒരു സിനിമ കാണാൻ പോയിരിക്കുന്ന ആൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ മനസ്സിലായിട്ടാണ് ഇതിൻ്റെ സ്റ്റോറി ബോർഡ് എടുത്തു വെച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി. ഈ ഫസ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കണം, മിസ്സാക്കരുത്. നെക്സ്റ്റ് വിഷ്വൽ സൈഡ് എടുത്താൽ അല്ലെങ്കിൽ ഇതിന് ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇങ്ങനെ കിഡിലിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ എക്സിക്യൂഷൻ ഒരു രക്ഷയില്ലാത്തതെന്ന് പറയേണ്ടത്. എന്താ പറയുമ്പോൾ ഇതിനെ ഈ ഹാൻസ് സിമ്മറുടെ ഞാൻ ആദ്യം സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ള ആളോട് ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഊപ്പർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ചങ്ങായി തുടങ്ങുക. ഈ ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ട് പിന്നെ ഒരു തുടക്കമുണ്ട്. നമ്മൾ ഈ മീം കാണില്ലേ, ഈ മൂപ്പര് ഈ പിയാനോ വെച്ച് കടൽ തീരത്ത് തീ പറക്കണ സാധനം, അമ്മമാരിങ്ങനെ പറക്കും. കിടിലൻ കുറേ സ്കോർസ് ഉണ്ട് ഇതിൽ. ദെൻ പോരാത്തിന് സൗണ്ട് ഇഫക്ട്സ് ചെയ്തവർ, സൗണ്ട് ഡിസൈൻ ചെയ്തവർ എഴുന്നേറ്റ് നിങ്ങൾ കുമ്പിടണം. ഒരു സിനിമയിലും, അതായത് ലോകത്ത് ഇത്ര സൗണ്ടുകളുണ്ട്, സിനിമയിൽ മാത്രമല്ല അല്ലാണ്ടും ഇതുവരെ ലോകത്ത് കേൾക്കാത്ത സൗണ്ടുകൾ ഈ ഒരു പടത്തിൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതിൻ്റെ റെഫറൻസ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതിൻ്റെ ചെറിയതായിട്ട് ട്വിച്ചിങ് ഒക്കെ ചെയ്ത് ചെറിയ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടായിരിക്കും ഇത് നമുക്ക് കേൾപ്പിക്കുക. പക്ഷേ ഇത് ഓഡിബിളി നമ്മൾ കേട്ടിട്ടില്ല, ഉറപ്പാണ്. ഇത് പ്രത്യേകിച്ച് ഒരു വലിയ ഒരു വാർഷിപ്പിൽ നിന്ന് മിസൈൽസ് ലോഞ്ച് ചെയ്യുന്നൊരു സൗണ്ട് ഉണ്ട്. അത് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു എഫക്റ്റ് നമുക്ക് അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, അത് കേട്ടാൽ തന്നെ അറിയുള്ളൂ. സോ ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, മൈന്യൂട്ടായിട്ടുള്ള കുറേ സൗണ്ട് ഡിസൈൻസും സൗണ്ട് മിക്സിങ് ഒക്കെ ഉണ്ട്. അത് ഒരു സിനിമയിലും കാണാത്ത രീതിയിലുള്ള അതിഗംഭീരമായിട്ട് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഈ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഇരുന്ന് പണിയെടുത്തിട്ട്, ഇപ്പോൾ ഈ അവസാനം ക്രെഡിറ്റ്സ് വരില്ലേ, അവരൊക്കെ തന്നെ വേർത്ത് പണിയെടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു പണി എടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്താണ് VFX എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഡ്യൂൺ പാർട്ട് 2. VFX വെച്ചിട്ടാണ് ഒരുപാട് ഹോളിവുഡ് സിനിമകൾ വരുന്നത്. അവരുടെ കുറേ പൈസ ഉണ്ട്, പക്ഷേ അത് മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള അനാവശ്യ VFX ആണ് അല്ലെങ്കിൽ അനാവശ്യ സ്റ്റോറി ലൈനിലൊക്കെയാണ് ഉൾപ്പെടുത്തുന്നതൊക്കെ പറയാതെ പറയുമ്പോൾ
ഈ സിനിമ അതിനൊക്കെ തന്നെ മാറ്റി വയ്ക്കുകയാണ്. VFXന്റെ പ്രോപ്പർ യൂസേജ് മര്യാദയ്ക്ക് പണിയെടുക്കാമെന്ന് അറിയുന്ന ആൾക്കാരുടെ കൈ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഇതിൽ കാണിച്ചു തരും. സോ ആ ഒരു വിഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരുപാട് സൈഫൈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈവൻ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളുടെ അടക്കം അത്ര ഡീറ്റെയിലിംഗ് വെച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു വലിയ സ്കെയിലോ എങ്ങനെ ഇപ്പോൾ പറയുക, ഒരു വലിയ വാർഷിപ്പോ അല്ലെങ്കിൽ ഒരു വലിയ മെഷീനറിയുടെ മുമ്പിൽ ഒരു ഉറുമ്പ് നിൽക്കണ ഒരാൾ നിൽക്കുമ്പോൾ അത്രയും വലിയ മെഷീനറിയുടെ ഈവൺ ഒരു നട്ടോ ബോൾട്ടോ അടക്കം ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ട സമയത്ത് അതിൽ ഡീറ്റെയിലിംഗ് ഉണ്ടാവും, അതിൽ എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടാവും, അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയാതെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ടും അത്രയും മൈന്യൂട്ടായിട്ട് ഇരുന്ന് പണിയെടുത്തിട്ടുള്ളത് കൊണ്ട് എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആൻഡ് എനിക്കൊന്നേ അത് പറയാനുള്ളൂ, ഇത് നോർമൽ തിയേറ്ററിൽ നിന്ന് കാണണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കണ്ടിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വട്ടങ്ങളിൽ IMAX എക്സ്പീരിയൻസ് ചെയ്യണം. ദ എക്സ്പീരിയൻസ് ഐ ഹാവ് ഗോട്ട് ഫ്രം ദിസ് മൂവി ഈസ് അൺഇമാജിനബിൾ. ഞാൻ ഇതുവരെ ഒരു സിനിമയും ഫുൾ IMAX റേഷ്യോയിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നോളൻ്റെ IMAX സിനിമകളും അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അതിൽ ആസ്പെക്ട് റേഷ്യോ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരും. ഇപ്പോൾ ഇൻറ്റർസ്റ്റെല്ലറും ഇൻസെപ്ഷനും ബാക്കി ഇങ്ങനെ കുറേ നോളൻ ചിത്രങ്ങളിലൊക്കെ തന്നെ ആസ്പെക്ട് റേഷ്യോ പല രീതിയിൽ എടുക്കാറുണ്ട്. മൂപ്പര് ഫുൾ IMAXും അതിനൊപ്പം തന്നെ നോർമൽ സ്റ്റാൻഡേർഡ് വെർഷനും ഇങ്ങനെ മാറ്റിയിട്ടാണ് എടുക്കാറ്. കംപ്ലീറ്റ് IMAX വെർഷനിൽ അല്ലെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് IMAX റേഷ്യോയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ കാണുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ്. നമ്മൾ അതിലേക്ക് എൻഗൾഫായി പോകും. നമ്മൾ ആ വേൾഡിനകത്താണ് കുറേ നേരം. ഈ സിനിമ കഴിയുമ്പോഴാണ് നമുക്ക് അതിന് പുറത്തു വരാൻ പറ്റുള്ളൂ. അത്രയും നമ്മൾ പിടിച്ചിരുത്തി അതിനകത്ത് ഇമ്മേഴ്സ് ആക്കി വെക്കുന്നൊരു എക്സ്പീരിയൻസ്. പോരാ തന്നെ സൗണ്ട് ഡിസൈൻ, അതിൽ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ കുറേ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കൂടാണ്ട് ചില സീക്വൻസുകളൊക്കെ സീറ്റടക്കം ഇങ്ങനെ കുലുങ്ങും തരിക്കും ചില വാർ സീക്വൻസുകളൊക്കെ വരുമ്പോൾ. ആക്ഷൻ സീക്വൻസുകളുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കഥയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഗ്രാൻഡ് സ്കെയിലിൽ ആക്ഷൻ സീക്വൻസുകൾക്ക് ഒരു സ്പേസ് ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. ഫുൾ ആക്ഷൻ സീക്വൻസുകളല്ല. ആക്ഷൻ കാണിച്ച് നിങ്ങളെ ത്രസിപ്പിക്കാനല്ല ഇത് ഉദ്ദേശിക്കുന്നത്, കഥ പറയാനാണ്. ആ ഒരു കഥ തന്നെയാണ് ഈ സിനിമ മുഴുവനായിട്ട്. സോ ഒരു വലിയ എപ്പിക്കായിട്ടുള്ളൊരു വാർ സീക്വൻസ് നടക്കുന്നുണ്ടാവും, പക്ഷെ അതൊരു അരമണിക്കൂർ നമുക്ക് കാണിക്കില്ല, ചിലപ്പോൾ 2 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ഇന്റൻസിറ്റി നമുക്ക് കിട്ടും എന്ന രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വലിയ ആക്ഷൻ സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് പുറത്ത് നടക്കാൻ നമുക്ക് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഷിപ്പിനകത്ത് നടക്കുന്ന ഒരു സീക്വൻസ് അവർ പുറത്തുനിന്ന് കേൾക്കുന്ന സാധനങ്ങൾ നമുക്ക് സൗണ്ട് എഫക്റ്റുകൾ മാത്രമേ നമുക്ക് കേൾപ്പിച്ചു തരുള്ളൂ. ഈ രീതിക്ക് അതിൻ്റെ ഒരു ഗ്രാൻഡ് നേച്ചർ, അതിൻ്റെ ഒരു എപ്പിക് ഫീല് നമുക്ക് നിലനിർത്തിക്കൊണ്ടാണ് ഓരോ സീക്വൻസുകളും അടുത്തടുത്തേക്ക് പോകുന്നത്. സോ ഒരു സാധനത്തെ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിന്നാൽ ഫുള്ളായിട്ട് ഇത് കാണിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ചില നേരത്ത് ചിലവർക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ട സീക്വൻസുകളൊക്കെ അയ്യോ ഇത് ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ, അതിൽ വലിയ ആക്ഷൻ ഒന്നും ഇല്ല എന്നൊക്കെ ചില നേരത്ത് തോന്നും. പക്ഷെ അതങ്ങനെയല്ല, ഈ രീതിക്കാണ് ഇത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെയും ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ട്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഓർമ്മ വരും. ഫസ്റ്റ് പാർട്ടിലെ പല സീക്വൻസുകളും അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സോ ആ ഒരു കഥയ്ക്ക് എന്താണ് ആവശ്യം അത് തന്നെയാണ് ഈ സിനിമയിലുള്ളൂ. ഇത് ആക്ഷൻ കാണാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു നേച്ചർ കാണാൻ വേണ്ടി മാത്രമല്ല, ആ ഒരു കഥയിൽ ഇൻവോൾവ് ചെയ്ത് ഡ്യൂൺ എന്ന ഒരു കിടിലൻ കഥയെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ഡ്യൂൺ 2 എന്ന സിനിമയിലൂടെ. സോ ഫസ്റ്റ് പാർട്ട് ഒന്നും അല്ലാതെ ആക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ട് ഇൻ ദ സ്കെയിൽ എല്ലാത്തിലും. ഇപ്പോൾ അതിൽ നമ്മൾ ഒരു സാൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ എത്രണ്ണെന്ന് ഞാൻ പറയുന്നില്ല, മൾട്ടിപ്പിൾ സാൻഡ് വേംസ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഈ സിനിമ. സോ അതിൽ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കെയിലിൽ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ക്യാരക്ടേഴ്സിനൊക്കെ എടുത്തു വെച്ച് അവരെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന വിധം തന്നെ, അതിൽ ടിമോത്തിയുടെ ക്യാരക്ടറൊക്കെ ഒരു രക്ഷയില്ല. അങ്ങനെയുള്ള ആ ഒരു ചേഞ്ചും അങ്ങനെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസവും മൊത്തത്തിൽ ആ ഒരു മിസിയ സെറ്റപ്പിലേക്ക് ആ ഒരു ക്യാരക്ടർ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വെഞ്ചൻസ് അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നതാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. സോ അതിലേക്ക് ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടർ ഇൻപുട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് കിടിലൻ. അതും വലിയ രീതിയിലുള്ള വലിയ കുറേ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചിട്ടൊന്നുമില്ല. ആൻഡ് ടിമോത്തിയുടെ ക്യാരക്ടറിന് അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് നമ്മുടെ സെൻഡയുടെ ക്യാരക്ടർ. സോ സെൻഡയുടെ ക്യാരക്ടറൊക്കെ ഇനി അടുത്ത പാർട്ടിൽ ഇങ്ങനെ അഴിഞ്ഞാടും എന്നുള്ള രീതിയിൽ ഒരു നല്ലൊരു ഓപ്പണൻറ്റേയും കൂടി കൊടുത്തിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ആൻഡ് മൊത്തത്തിൽ ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, ക്യാരക്ടർ സ്റ്റഡിയൊക്കെ പ്രോപ്പറായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇങ്ങോട്ടാണ് പോകുന്ന ഒരു പോയിന്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അവിടെ മുതൽ നമുക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങും. ഓക്കെ ഇങ്ങനെ ആൾ ചേഞ്ച് ആവുന്നു എന്ന രീതിയിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഈവൻ റിട്ടേണിങ് ക്യാരക്ടേഴ്സ് കുറേ ഉണ്ട്. നമ്മുടെ ജേവിയർ ബാർഡത്തിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന് ഒരുപാട് കുറച്ചെങ്കിലും ഹ്യൂമർ ഈ സിനിമ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സിനിമയിൽ ഹ്യൂമർ വർക്കൗട്ട് ആവുന്നുള്ളത്. പക്ഷേ ഇത്ര വലിയ സിനിമയിലും അവർ മൈന്യൂട്ടായിട്ടുള്ള സ്പേസ് കിട്ടുമ്പോഴടക്കം അതിലും ചെറിയ രീതിയിലൊക്കെ ഹ്യൂമർ വർക്കൗട്ട് ആവാനൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലൂടെയും സാധിച്ചിട്ടുണ്ട്. റബേക്ക ഫെർഗ്യൂസന്റെ എപ്പിക് ട്രാൻസ്ഫോർമേഷൻ ഒന്നും അധികം സംസാരിക്കുന്നില്ല, ജസ്റ്റ് ആ
ഒരു മേക്കപ്പിൽ തന്നെ നമുക്ക് ഒരുമാതിരി ടെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള കിടിലൻ ക്യാരക്ടറൈസേഷൻ ആൻഡ് മൊത്തത്തിൽ ചേഞ്ച് ഉണ്ട്. ദെൻ എക്സ്ട്രാ ആഡ് ഓൺ ക്യാരക്ടേഴ്സ് ആയിട്ട് ഫ്ലോറൻസ് പൂ വരുന്നുണ്ട്. സോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യ പാർട്ടിൽ കണ്ടവരും സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കണ്ടവർക്ക് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും കുറേ ആക്ടേഴ്സ് ഉണ്ട്, വലിയ കാസ്റ്റാണ്. സോ എല്ലാവർക്കും സ്പേസ് ഉണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ഇൻപുട്ട് ഉണ്ട് എന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. സോ ഇതൊരു എപ്പിക് സ്കെയിലുള്ള സിനിമ തന്നെയാണ്. അവർ എപ്പിക് മോഡിൽ തന്നെ കാണണം. കഴിവതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐമാക്സിൽ തന്നെ കാണണം. ഐമാക്സിൽ കിട്ടുന്ന ഫീൽ ചിലപ്പോൾ ഒരു പക്ഷേ നോർമൽ സ്റ്റാൻഡേർഡ് തിയേറ്ററിൽ നമുക്ക് കിട്ടില്ല. ദിസ് ഫിലിം ഈസ് മെയ്ഡ് ഫോർ ഐമാക്സ്, ഫിലിം ഫോർ ഐമാക്സ്, കംപ്ലീറ്റ് ആയിട്ട് ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. സോ കഴിവതും ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും, ഇത് കുറേ കാലം നിങ്ങൾക്ക് ഐമാക്സിൽ ഓടുന്നുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും ഐമാക്സിൽ കണ്ടുപോകുക. എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ സിനിമ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ അവതാറൊക്കെ നമ്മൾ കാത്തിരുന്ന് കണ്ട പോലെ തന്നെ അത്രയും അവതാറിൻ്റെ കാര്യം പറയുമ്പോഴാണ് അതൊരു സെപ്പറേറ്റ് ഡിബേറ്റ് ടോപ്പിക്ക് തന്നെയാണെന്ന് എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. ആൻഡ് ഒപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ മോശം ഇത് ഏത് നല്ല ഏത് മോശം എന്നല്ല, ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ എനിക്ക് ചെയ്യാൻ തോന്നി. അവതാർ 2 വേഴ്സസ് ഡ്യൂൺ 2. ആ ഒരു വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് ഒരു പ്രത്യേക ഫീലാണ് കിട്ടിയത്. ഒരുപാട് കാര്യങ്ങളിൽ പിന്നെയും ചർച്ച ചെയ്യാനുണ്ടായിരുന്നു സിനിമയെക്കുറിച്ച്, പക്ഷേ അതൊക്കെ സ്പോയിലർ ആവും. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. തീർച്ചയായിട്ടും എത്ര നിങ്ങൾ പ്രതീക്ഷിച്ച് പോയാലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമ ഇറങ്ങി വരുമ്പോൾ ഇതാണ്ടാ സിനിമ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഗംഭീര ഐറ്റം ഒരിക്കലും മിസ്സാക്കരുത്. ഇതൊക്കെ തിയേറ്ററിൽ മിസ്സാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫോണിൽ വന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയവരാണ് നമ്മളിൽ പലരും എന്ന് പറഞ്ഞ് വെറുതെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് മിസ്സാക്കിയാൽ പോയി. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട. 2024 ഈസ് ഗ്രേറ്റ്. നല്ല കിടിലൻ തുടക്കം. ഞാൻ വിചാരിച്ചു വളരെ മോശം തുടക്കമായിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോഴായിരിക്കും നല്ല പടങ്ങൾ വരിക എന്നൊക്കെ. കമ്പയർഡ് ടു 2023 ഇതിൻ്റെ തുടക്കം വളരെ കിടിലനായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി പോട്ടെ, ഇനി ഒരുപാട് സിനിമകൾ വരാതിരിക്കുന്നുണ്ട്. സോ ഡ്യൂൺ പാർട്ട് 2 നോർമൽ സാധാരണ നിങ്ങൾ കാണുന്ന ഒരു സ്ഥിരം ടിപ്പിക്കൽ ക്ലീഷേ കൊമേഴ്ഷ്യൽ മൂവി ലെവലല്ല. ഇതൊരു അവാർഡ് പടമല്ല, ഒരു എപ്പിക് സൈഫൈ സിനിമയാണ്. എന്താണ് എപ്പിക് സൈഫൈ എന്നതിൻ്റെ ഡെഫിനിഷനാണ് ഈ പടം. ഡോണ്ട് മിസ് ഇറ്റ്, ഗോ ആൻഡ് വാച്ച്. ഒന്ന് നോക്കണം, പോയി കാണും. പോ